ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിലെ ചാപ്റ്റർ 5 പാർട്ട് നമ്പർ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒരു ഉദാഹരണത്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ രാവിലെ അമ്മയോടൊക്കെ അമ്മ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് അമ്മയെ പകുതി തരുമോ എന്നൊക്കെ അല്ലേ? ഒരു ദോശ ഫുൾ വേണ്ട, പകുതി മതി എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ എന്താണ് ഈ പകുതി എന്ന് പറഞ്ഞാൽ ഒരു ദോശയെ തുല്യ 2 കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം, അതാണ് നമ്മുടെ ദോശയുടെ പകുതി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതൊരു സംഭവം ആയിക്കോട്ടെ അതിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ അതിൽ ഒന്നിനെയാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഹാഫ്, പകുതി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ തുടക്കത്തിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബേസ്, അടിസ്ഥാനം ഒന്ന് തറവാക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബേസൊക്കെ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലോട്ട് നേരിട്ട് കിടക്കാം. അല്ല, ബേസ് മുതൽ അറിയണം എന്നുള്ളവർക്ക് എന്താണ് ഈ ഹാഫ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, എന്താണ് ഹാഫ്? ഹാഫ് മീൻസ്, ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. ഹാഫ് മീൻസ്, ഓക്കെ, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. മലയാളത്തിൽ എന്താ പകുതി എന്ന്? അതാ ഇവിടെ നോക്ക്, ഹാഫ് ഈസ് ദ 1 പാർട്ട് when something is equally divided into 2. ഹാഫ് ഈസ് ദ 1 പാർട്ട്. ഹാഫ് എന്ന് പറഞ്ഞ പകുതി എന്ന് വെച്ചാൽ ഒരു ഭാഗമാണ്. വെൻ സംതിങ് ഈസ് ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 2. എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ തുല്യമായി 2 കഷ്ണമാക്കുമ്പോൾ അതിൽ ഒരു കഷ്ണം അല്ലെങ്കിൽ അതിൽ ഒരു ഭാഗമാണ് എന്ത്? ഹാഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുക്കുവാണ്. നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്, സർക്കിൾ എടുക്കുവാണ്. ഈ സർക്കിളിനെ 2 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുകയാണ്. 2 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്താൽ, ഞാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും, റഫായിട്ട് വരയ്ക്കുമ്പോൾ ഈക്വലായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു സർക്കിളിന് ഞാനിപ്പോൾ 2 തുല്യ ഭാഗമായി ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ എത്ര പീസായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 2 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. ആ 2ൽ ഇത് എത്രയാണ്? ഒരു ഭാഗമാണ് ഇത്രയും. ആ 2ൻ്റെ ഒരു ഭാഗമാണ് ഇത്രയും എന്ന് പറഞ്ഞത്. അതുപോലെ ആ 2ൽ അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും? 2ആയിട്ട്, ആ സർക്കിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഹാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായല്ലോ? ക്ലിയർ? ഓക്കെ, ഇനി ദിസ് ഈസ് റിട്ടൺ ആസ് 1/2 ഹാഫ്. ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് 1/2 ഇങ്ങനെയാണ് അതിനെ എഴുതുന്നത്. പകുതിയെ എഴുതുന്നത് ഇങ്ങനെയാണ്. ദിസ് ക്യാൻ ബി റീഡ് ആസ് ഹാഫ് ഓർ 1/2. ഇതിന് നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഒന്നുകിൽ ഹാഫ് എന്ന് വായിക്കണം, അല്ലെങ്കിൽ 1/2, 1/2 എന്ന് വെച്ചാൽ 2ൽ ഒരു ഭാഗം. അപ്പോൾ 1/2. ഓക്കെ, അതായത് ഒന്നുണ്ടായിരുന്ന ഒന്നിനെ ഡിവൈഡ് ചെയ്തു 2ആയിട്ട്. ഒന്നായിട്ടിരുന്ന ഒന്നിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് എ ദോശ, ഒരു ദോശയുടെ പകുതി, അതിനെങ്ങനെ മാത്തമെറ്റിക്കലി എഴുതാം? ഹാഫ് ഓഫ് എ ദോശ എങ്ങനെ എഴുതാം? ഹാഫിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 1/2 അല്ലേ? 1/2 ദോശ. ഓക്കെ, അടുത്ത് ഹാഫ് ഓഫ് എ സർക്കിൾ, സർക്കിളിൻ്റെ എന്താണ്? ഹാഫ് സർക്കിൾ എന്ന് എഴുതാം. അടുത്ത് ഹാഫ് ഓഫ് എ മീറ്റർ, ഒരു മീറ്ററിൻ്റെ പകുതി എത്രയാണ്? അപ്പോൾ ഹാഫ് മീറ്റർ. അടുത്ത് ഒരു ലിറ്റർ, എ ലിറ്റർ എന്ന് വെച്ചാൽ 1 ലിറ്റർ. അപ്പോൾ 1 ലിറ്ററിൻ്റെ പകുതി എത്രയാണ്? ഹാഫ് ലിറ്റർ. ഓക്കെ, ഇനി എന്തെഴുതാം? ഹാഫ് ഓഫ് എ കിലോഗ്രാം, ഒരു കിലോഗ്രാമിൻ്റെ പകുതി എത്രയാണ്? ഹാഫ് കിലോഗ്രാം. മനസ്സിലായല്ലോ? അപ്പോൾ ഹാഫ് ഓഫ് എ ദോശ, ഹാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹാഫ് ദോശ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഹാഫ് ഇൻ മെനി വേസ്, ഈ ഹാഫിനെ 1/2നെ പല രീതിയിൽ എഴുതാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുന്നതാണ്. അപ്പോൾ അതിനായി നമുക്ക് ചാപ്റ്ററിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 58 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് തന്നിട്ടുണ്ട്, പിന്നെ ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹാഫിനെ എങ്ങനെയൊക്കെ എഴുതാമെന്ന്. ഓക്കെ,
ഹാഫിനെ എങ്ങനെയൊക്കെ പറയാം? ഹാഫിനെ നമുക്ക് ആൾമാറാട്ടം നടത്തിയ പോലെ പല രീതിയിലും ഈ ഹാഫ് മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത് പഠിക്കാം. ഓക്കെ, അവിടെ ടെക്സ്റ്റ് ബുക്ക് കണ്ടല്ലോ. അവിടെ പാർട്സ് കട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളം എന്താണ്? പാർട്സ് കട്ട്, അതായത് എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്തു ഒരു സംഭവം, എന്തോ ഒരു സംതിങ്, എന്തെങ്കിലും ഒരു സാധനത്തെ എത്രയായിട്ട് കട്ട് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. പാർട്സ് ടേക്കൻ, ആ കട്ട് ചെയ്തതിന് നമ്മൾ എത്ര പീസ് എടുക്കുന്നു, അത് എത്രയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സെഡ്, അതിനെ എങ്ങനെ പറയും മാത്തമെറ്റിക്കലി, അതെങ്ങനെയാണ് പറയുന്നത്. അടുത്ത് റിട്ടൺ, റിട്ടൺ എന്ന് വെച്ചാൽ എങ്ങനെ അത് എഴുതും, മാത്തമെറ്റിക്കലി നമ്മൾ അതെങ്ങനെ എഴുതും എന്നുള്ളതാണ് അടുത്ത കോളം. അപ്പോൾ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കിയേ, പാർട്സ് കട്ട്, അത് ഒരു സംതിങ്, എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ 2 തുല്യ ഭാഗങ്ങളായി കട്ട് ചെയ്തു. അതിൽ നമ്മൾ എത്ര പാർട്ട് എടുക്കും? അപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ എന്താണ്, ഒരു ഭാഗം എടുക്കുവാണ്. തുല്യ ഭാഗങ്ങളായിട്ട് എടുത്തതിൽ ഒരു ഭാഗം എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? നേരത്തെ 2ൽ ഒരു ഭാഗമാണ് എടുത്തത്. അപ്പോൾ എങ്ങനെ എഴുതും? നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തു, അതിലൊരു ഭാഗം എടുത്തത് മുകളിൽ എത്രയായിട്ടാണ് കട്ട് ചെയ്തത് അത് താഴെ. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ നമ്മൾ 1/2 ഇവിടെ 2ആയിട്ട് കട്ട് ചെയ്തു, എത്രയാണ് എടുത്തതിന് മുകളിൽ എഴുതും അല്ലേ? അപ്പോൾ അത് എത്രയാണ്? ഹാഫ്. 1/2 നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഹാഫ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഈ സെയിം സാധനം തന്നെ 4ആയിട്ട് കട്ട് ചെയ്തു. എത്രയായിട്ട്? 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ആ 4ആയിട്ട് കട്ട് ചെയ്തതിൽ എന്താണ്? 4ആയിട്ട് കട്ട് ചെയ്തു. ആ 4ആയിട്ട് കട്ട് ചെയ്തതിൽ 2 പാർട്ട് എടുത്തു. എത്ര പാർട്ട് എടുത്തു? 2 പാർട്ട്. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ ഭാഗം എങ്ങനെയാണ്? 1/4, 4/1, ഇതും 4/1 അല്ലേ? ഇതും 4/1, ഇതും 4/1. അപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തതിൽ എത്ര ഭാഗം എടുത്തു? ഇതാ ഇത്രയും, ഈ 2 പീസ് എടുത്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? മൊത്തവും 4ആയിട്ട് കട്ട് ചെയ്തു, 4ൽ എത്രയാണ് എടുത്തത്? 2. അതെങ്ങനെ എഴുതും? 4ൽ 2, അല്ലെങ്കിൽ എടുത്തത് മുകളിൽ താഴെ ടോട്ടൽ എത്ര ഭാഗം ഉണ്ട്, എത്ര പീസ് എത്രയായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ 2/4. ഇനി ഇതെങ്ങനെയാണ് പറയുന്നത്? പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഈ 2 അതുപോലെ പറയുക. പിന്നെ താഴത്തെ ഉണ്ടല്ലോ 4 ആണെന്ന് നമുക്കറിയാം. ആ 4ൻ്റെ കൂടെ ഒരു THS കൂടെ ചേർത്താൽ മതി. ഫോർത്ത്സ്, 2/4. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? 2/4 എന്നാണ് ഇത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനത്തെ എത്രയായിട്ട് കട്ട് ചെയ്യുകയാണ്? 6ആയിട്ട് കട്ട് ചെയ്യും. എന്തോ സംതിങ് ഒരു സാധനമുണ്ട്, 6 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പാർട്ട് എടുത്തു അല്ലേ? എടുത്ത് 2 എടുത്തു. അടുത്ത എത്ര എടുക്കാം? 3 പാർട്ട് എടുത്ത് നോക്കാം. 3 പാർട്ട് എടുക്കുമ്പോൾ എങ്ങനെ എഴുതും? എടുത്ത പാർട്ടിനെ മുകളിൽ എഴുതും, ടോട്ടൽ എത്രയുണ്ടോ അത് താഴെ എഴുതും. അപ്പോൾ എന്താണ്? 3/6 അല്ലേ? 3/6. ഇത് എങ്ങനെ ഇവിടെ എഴുതാം? മുകളിലുള്ള 3 അതുപോലെ എഴുതും, 6 പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഒരു THS. അപ്പോൾ എന്താണ്? 3/6. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത എന്താണ്? 6 അടുത്ത 8 കഷ്ണം. ഓക്കെ, 8 പീസാക്കിയിട്ട് 8 പാർട്ടായിട്ട് കട്ട് ചെയ്തു. അതിൽ എത്ര പാർട്ട് എടുക്കും? നമ്മൾ നേരത്തെ 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, ഇനി എത്ര? 4 എടുത്ത് നോക്കാം. 4 എടുക്കുമ്പോൾ 4ാമത്തെ പാർട്ട് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? നമുക്ക് എങ്ങനെ എഴുതാം? 8ൽ നമ്മൾ എത്രയാണ് എടുത്തത്? 4 പാർട്ട് എടുത്തു. നമ്മൾ എടുത്ത പാർട്ട് മുകളിലും ടോട്ടൽ എത്ര താഴെ. അപ്പോൾ എങ്ങനെ വായിക്കും? ഇതെങ്ങനെ വായിക്കും? മുകളിൽ നിന്ന് വായിക്കണം, ഇവിടെ നിന്ന് തുടങ്ങണം. 4 അല്ലേ? 4 താഴെ എത്ര? 8. 8ൻ്റെ കൂടെ ഒരു HS, അപ്പോൾ 8s എന്ന് പറയും. 4/8. ഓക്കെ, T അവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ HS എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 4/8 എന്നാണ് ഇത് വായിക്കുന്നത്. മനസ്സിലായോ? ഇനി എല്ലാം നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, ഈ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാര്യം എന്തെന്ന് മനസ്സിലാക്കണം, ഇതെല്ലാം തുല്യമാണ്. ഹാഫ് എന്ന് പറഞ്ഞാലും ഈ ഹാഫ് എന്ന് പറഞ്ഞാലും ഈ ഹാഫിൻ്റെ മറ്റു ഭാഗങ്ങളാണ് 2/4 3/6 4/8. അതെങ്ങനെയാണ് നമുക്ക് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് ഇതാ 1/2 ഇത് കിട്ടി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് 1/2 ആവുന്നതെന്ന് നോക്കാം. ഇതെങ്ങനെ? ഇത് ഇത്രയും മതി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതെങ്ങനെ 2/4 എങ്ങനെയാണ് ഹാഫ് എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മളെങ്ങനെയാണ് 2/4 എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ വെട്ടിച്ചെയ്ത് നോക്കണം. വെട്ടിച്ചെയ്യാൻ അറിയാമോ? നമുക്ക് ടേബിൾ പറഞ്ഞിട്ട്, അപ്പോൾ ടേബിൾ പറഞ്ഞിട്ട് വെട്ടിച്ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാം. മുകളിലത്തെ നമ്പർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താണ്? ഈവൻ നമ്പറാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ മുകളിലത്തെ നമ്പർ 2ൻ്റെ ടേബിൾ പറയുന്ന കിട്ടുന്നതാണോ താഴെ കിടക്കുന്നതെന്ന് നോക്കുക. നോക്കിയേ, അപ്പോൾ 2ൻ്റെ ടേബിൾ പറഞ്ഞിട്ട് 1 2 2 2 2 4 അല്ലേ? അപ്പോൾ
2ൻ്റെ ടേബിൾ പറഞ്ഞാൽ കിട്ടുന്ന സംഖ്യ തന്നെയാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെടുത്ത് ചെയ്യേണ്ടത് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 1 2 2 അല്ലേ, ഒരു പ്രാവശ്യം. 2ൻ്റെ ടേബിൾ ഒരു പ്രാവശ്യം പറയുമ്പോഴാണ് നമുക്ക് 2 കിട്ടുക. അപ്പോൾ 2ൻ്റെ ടേബിൾ 1 2 2 അപ്പോൾ 1. ഇനി 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 4 കിട്ടുന്നതെന്ന് നോക്കണം. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 4 കിട്ടുന്നത്? 1 2 2 2 2 4 അപ്പോൾ 2 ടൈംസ്. അപ്പോൾ എന്താണ് 2 കണ്ടോ. അപ്പോൾ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? ഹാഫ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ 2/4 എന്ന് പറഞ്ഞാൽ ഹാഫ് തന്നെയാണ്. അതുപോലെ നമുക്ക് ഈ 3/6 നോക്കാം. 3/6 നോക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, മുകളിലത്തെ കിടക്കുന്നതിൻ്റെ ടേബിൾ പറഞ്ഞു നോക്കണം. താഴത്തെ സംഖ്യ ഇട്ട് 3ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 1 3 3 2 3 6 അല്ലേ. അപ്പോൾ 3ൻ്റെ ടേബിൾ പറയുമ്പോൾ താഴെ കിടക്കുന്ന നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് ഈ മുകളിലത്തെ 3 കിട്ടുന്നത്? 3ൻ്റെ ടേബിൾ 1 3 3 ഒരു പ്രാവശ്യം പറയുമ്പോൾ അപ്പോൾ 1 എഴുതാം. ഇനി 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 6 കിട്ടുന്നത്? 1 3 3 2 3 6 അപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോഴാണ്? 2 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇതും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും അല്ലേ. അപ്പോൾ ഹാഫിൻ്റെ വേറൊരു ഫോം അല്ലേ 3/6? യെസ്. അതുപോലെ നമുക്കിനി 4/8 നോക്കാം. 4/8 4ൻ്റെ ടേബിൾ പറയുമ്പോൾ നമുക്ക് 8 കിട്ടുമോ നോക്കാം. 1 4 4 2 4 8 അല്ലേ, കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കുക. 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 4 കിട്ടുന്നത്? 1 4 4 ഒരു പ്രാവശ്യം പറയുമ്പോൾ അപ്പോൾ ഇവിടെ എത്ര എഴുതാം? 1 ഡിവൈഡഡ് ബൈ അടുത്ത് 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 8 കിട്ടുന്നത്? 1 4 4 2 4 8 അപ്പോൾ എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഹാഫ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? ഇതിന്ന് ഈ 2/4 എന്ന് പറഞ്ഞാലും 3/6 എന്ന് പറഞ്ഞാലും 4/8 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഹാഫ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 20 പീസിനെ നമ്മൾ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 20 പീസുണ്ട്, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20ൻ്റെ നേർപകുതി. 20ൻ്റെ പകുതി എത്രയാണ്? 10 അല്ലേ. ഓക്കെ, 20ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 10, അതിൻ്റെ നേർപകുതി എടുത്താൽ മനസ്സിലാവും. അപ്പോൾ ഹാഫിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് പോവാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ബേസ്. ഈ ബേസ് മനസ്സിലാക്കിയാൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഇവിടെ പറഞ്ഞു 1 of the 2 equals halves is 1/2. 1 of the 2 equal halves. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ 2 തുല്യ പകുതിയുടെ അതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഹാഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാ? അതായത് 2 times 1/2. അതായത് 2 times 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ടൈംസ് എന്ന് വെച്ചാൽ നമ്മളെന്താ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 1/2 എന്നാണ് അതിൻ്റെ അർത്ഥം. 2 × 1 എത്രയാണ്? 2. 2 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 1 അല്ലേ അല്ലേ. 2 ഡിവൈഡ് ബൈ 2 1 2 2. ഓക്കെ, അപ്പോൾ 2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 2 times 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/2 ആണ് 1. അല്ലെങ്കിൽ തന്നെ അടുത്തപ്പോൾ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. നമ്മൾ എപ്പോഴും അടുത്തെന്താണ്? അപ്പോൾ 3 times 1/3 എങ്ങനെയായിരിക്കും? 3 times 1/3 എന്ന് പറഞ്ഞാൽ 3 × 1/3. നമുക്ക് വെട്ടി ചെയ്യാം. നമുക്കറിയാം എപ്പോഴും ഡിവിഷന് മുകളിലും എന്താണ് താഴെ ഉണ്ടെങ്കിൽ ഒരേ സംഖ്യ നമുക്ക് വെട്ടി ചെയ്യാം അല്ലേ. ഇതെങ്ങനെ 3ൻ്റെ ടേബിൾ വെച്ച് 1 3 3 ഇവിടെയും 1 3 3 അപ്പോൾ മൊത്തത്തിൽ 1 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വെട്ടി ചെയ്യാം. 3 ഇത് 2 വെട്ടിപ്പോവും, ബാക്കി എത്ര കിട്ടും? 1 അല്ലേ. അടുത്ത് 4 times 1/4 എന്ന് പറഞ്ഞാൽ 4 × 1/4. ഈ 4ഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് 1 എന്ന് എഴുതാം. അടുത്ത് 5 times 1/5. 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × 1/5. മുകളിലും താഴെയും ഉണ്ട്, അപ്പോൾ നമുക്ക് വെട്ടിക്കളയാം. ബാക്കി എത്രയുള്ള? 1. ഓക്കെ, അപ്പോൾ 10 times 1/10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/10 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? 10 × 1/10.
അപ്പോൾ ഈ 10 ക്യാൻസലായി പോവും. ബാക്കി എത്രയാണ്? 1. മനസ്സിലായോ? അപ്പോൾ ഏതൊരു 5 ടൈംസ് 1/5 എന്ന് വെച്ചാൽ 1 ആയിരിക്കും. അതുപോലെ 10 ടൈംസ് 1/10 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 61 എടുത്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അടുത്ത ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 61 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡ്രോ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രോ എ സ്ക്വയർ വിത്ത് ഈച്ച് സൈഡ് 3 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഡ്രോ എ സ്ക്വയർ. അപ്പോൾ എന്താണ്? നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കണം. ഈച്ച് സൈഡ്, ഓരോ സൈഡും എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും കൂടെ എത്രയാണ്? 4 സൈഡും 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്? ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നിട്ട് പറയുകയാണ്. ഓക്കെ, ആദ്യം നമുക്ക് അപ്പോൾ സ്ക്വയർ വരയ്ക്കാം 3 സെൻറ്റിമീറ്റർ വെച്ചുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് വെച്ചാൽ നമുക്ക് സ്കെയിൽ വേണം. സ്കെയിൽ എടുത്തിട്ട് സ്കെയിലിൽ നമ്മൾ 3 എന്ന് പറഞ്ഞിങ്ങനെ ആക്കണം. അപ്പോൾ 3 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ അത് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നേരെ വെച്ചിട്ട് ഇവിടെ നിന്ന് 1 2 3 വരെയുള്ള ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് നിങ്ങൾ ബുക്കിൽ അങ്ങനെ വരച്ചോണം. പക്ഷേ ഇവിടെ ഈ ബോർഡ് വലിയതായത് കാരണം ഈ 3 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം റഫായിട്ടാണ് അത് വരയ്ക്കുന്നത്. ഒരിച്ചിരി വലുതാക്കി വരയ്ക്കുക. ശരിക്കും നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ 3 സെൻറ്റിമീറ്റർ എടുത്ത് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാണ്? ആദ്യം 3 സെൻറ്റിമീറ്റർ എടുക്കുക, 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതുപോലെ ഇവിടെ നിന്ന് സ്ക്വയറാണ്, അപ്പം ഇവിടെയും 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഒരു സ്ക്വയർ കിട്ടും. എന്നിട്ട് എന്താണ് പറയുന്നത്? 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കുക. എന്നിട്ട് എന്താ പറയുന്നത്? മാർക്ക് ഓഫ് 1 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ് ഓൺ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്സ്. അപ്പോൾ എന്താണ്? മാർക്ക് ചെയ്യുക, അടയാളപ്പെടുത്തുക 1 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ്. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഓൺ ദ ടോപ്പ്. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അല്ലേ, നമ്മുടെ റൈറ്റ് ഇവിടെ ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പം 3 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ഒരു 3 എത്രയാണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്കെയിലെടുത്ത് 1 സെൻറ്റിമീറ്ററിന് അവിടെ ഒരു ഡോട്ട് ഇടുക. ഇനി എവിടെ എന്താണ്? ടോപ്പ് എന്ന് വെച്ചാൽ മുകളിൽ, ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് എന്ന് വെച്ചാൽ താഴെ. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റിൽ നിന്ന് എന്താണ്? ഒരു 1-ലൊരു പോയിൻ്റ് ഇടുക. ഓക്കെ, എന്നിട്ട് എന്താ പറയുക? ആൻഡ് ജോയിൻ ദം. അവയെ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ട. ജോയിൻ ചെയ്ത് വെച്ചു. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 1 സെൻറ്റിമീറ്ററാണ്, ഇവിടെയും 1 സെൻറ്റിമീറ്ററാണ്. മനസ്സിലായല്ലോ? അത് സ്കെയിലും പെൻസിലും വെച്ച് നിങ്ങൾ വരയ്ക്കുക. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വാട്ട് പാർട്ട് ഓഫ് സ്ക്വയർ ഈസ് സ്മോളർ റെക്റ്റാങ്കിൾ. അപ്പോൾ വാട്ട് പാർട്ട്, എന്ത് ഭാഗമാണ് ഓഫ് സ്ക്വയർ? അപ്പോൾ ഈ സ്ക്വയറിൻ്റെ എന്ത് ഭാഗമാണ് ഈ സ്മോളർ റെക്റ്റാങ്കിൾ? അപ്പോൾ ഇവിടെ നമുക്ക് 2 റെക്റ്റാങ്കിൾ കിട്ടും. ഇത് വലിയ റെക്റ്റാങ്കിളും ഇത് ചെറിയ റെക്റ്റാങ്കിളും. അപ്പോൾ ഈ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ പാർട്ട്, അത് എത്ര പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം വലിയ നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ 3 അല്ലേ. അപ്പോൾ ഈ 3-ൽ ഇത് എത്രയാണ് നമ്മളെടുത്തത്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 3-ൽ നമ്മൾ എത്രയാണ്? 1 പാർട്ട്. അപ്പോൾ 1/3 എന്ന് എഴുതാം. എങ്ങനെയാണ്? 1/3 എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഈ മൊത്തം 3 ഉണ്ട്, ആ 3-ൽ 1 ഇപ്പുറത്ത് പോയി. അപ്പോൾ ബാക്കി എത്രയാണ്? 2 അല്ലേ. മൊത്തം 3-നുള്ള 1 ഇവിടെ കൊടുത്താൽ ബാക്കി എത്ര? 2. അപ്പോൾ ഇത് എത്രയായിരിക്കും? 2 അല്ലേ. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒന്നാണ് വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ എത്ര ഭാഗമാണ് ഇസ് ദ സ്മോളർ റെക്റ്റാങ്കിൾ. ഈ സ്മോളർ എന്ന് വെച്ചാൽ ചെറിയ റെക്റ്റാങ്കിൾ എത്ര ഭാഗം എന്നാണ്. അപ്പോൾ എത്രയാണ്? നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ 1/3 എന്ന് എഴുതാം. മനസ്സിലായോ? സിമ്പിൾ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്. എന്താ ചോദിക്കുന്നത്? ആൻഡ് ദ ലാർജർ. അങ്ങനെയാണെങ്കിൽ വലിയതിൻ്റെ പാർട്ട്. വലിയത് എങ്ങനെ എഴുതാം? നമുക്ക് ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2/3. മൊത്തം 3-ൽ നിന്ന് 2 അല്ലേ. അപ്പോൾ എന്തെഴുതാം? 2/3 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. അടുത്ത മൂന്നാമത്തെ പാർട്ട് എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കളർ 1/3 പാർട്ട് വിത്ത് റെഡ്. അപ്പോൾ ഈ പാർട്ട് നമ്മൾ എന്ത് കളർ കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. റെഡ് കളർ കൊടുക്കുക. എന്താണ്? റെഡ്. ആൻഡ് ദ 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. അപ്പോൾ ഇതിനെന്ത് കളർ കൊടുക്കണം?
ഗ്രീൻ. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾ കളർ ഇതൊന്നും കൊണ്ട് പോകത്തില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ റെഡ് എന്ന് എഴുതുക, ഇവിടെ ഗ്രീൻ എന്ന് ഇതുപോലെ എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പോൾ മൂന്നാമത്തത് നമുക്കിതാ എന്താണ്, റെഡും ഗ്രീനും കൊടുത്തു. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ അനദർ വേ ഓഫ് ഡിവൈഡിങ് ദ സ്ക്വയർ ഇൻറ്റു 1/3 ആൻഡ് 2/3 പാർട്സ്. അപ്പോൾ ഈസ് ദെയർ ഉണ്ടോ, അവിടെ ഉണ്ടോ എന്നാണ് കേട്ടോ. ഈസ് ദെയർ അനദർ വേ ഓഫ് ഡിവൈഡിങ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയല്ലേ, ഇതാ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതല്ലാതെ വേറെ രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്? പറ്റത്തില്ലേ? പറ്റും. എങ്ങനെയാണ്? നമുക്ക് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഇവിടെയും 3 സെൻറ്റിമീറ്റർ എടുക്കാം, 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. വരച്ചിട്ട് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങനെ എടുത്ത് വെർട്ടിക്കൽ വരച്ചു അല്ലേ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ വരച്ചാൽ പോരെ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇത് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക, 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഇനി എന്താണ്? ഇവിടെ നിന്ന് നമ്മൾ ഇതാ ഈ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് 1 എടുത്തു അല്ലേ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 എടുത്തൂടെ? ഇവിടെ ഒരു 1 എടുക്കാം. അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്, ഒരു 1 അല്ലേ. 1 എടുത്തു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ ഇവ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഇതാണ് 3/2 എന്നും ഇത് 1/3 എന്നും എഴുതിക്കൂടെ? അപ്പോൾ അതും ആയ ആൻസർ. നമ്മൾ നേരത്തെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തെങ്കിൽ അടുത്തതിനെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനും ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്രോ എ റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബുക്കിൽ വെച്ചിട്ട് നേരെ വെച്ചിട്ട് എത്ര വരയ്ക്കേണ്ടേ? ഒരു 6 സെൻറ്റിമീറ്റർ വരയ്ക്കണം. 6 സെൻറ്റിമീറ്റർ. ഇവിടെ 6 സെൻറ്റിമീറ്റർ. ഇനി വേണമെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്താ 90 ഡിഗ്രി എടുത്താൽ കറക്റ്റുള്ള ഇത് കിട്ടും. 90 ഡിഗ്രി വരച്ചിട്ട് ഇവിടെ എത്രയാണ് കിട്ടേണ്ടേ? മുകളിലത്തെ സൈഡ് എങ്ങനെയാണ്? 3 അല്ലേ? മുകളിൽ നമുക്ക് 3 എടുക്കണം. ഓക്കെ, ഇവിടെ 3 വരച്ചിട്ട് അതിനെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ റെക്റ്റാങ്കിൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ട്? റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞു, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് 6 വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ ഒരു 3 വെച്ചാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 6 എടുക്കുക. 6 എടുത്തിട്ട് ഈ ഭാഗത്ത് പ്രൊട്രാക്ടറൊക്കെ വെച്ചിട്ട് വരയ്ക്കും. ഈ രീതിയിൽ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 6 സെൻറ്റിമീറ്റർ എടുക്കുക, ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ നമുക്കറിയാം, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? കളർ 2/3 ഓഫ് ഇറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് 1/. അപ്പോൾ 2/3, ഇതിൻ്റെ 2/3 പാർട്ട് എത്ര എന്തായിരിക്കും? ഗ്രീൻ ആവണം. പിന്നെന്താണ്? 1/3 വിത്ത് റെഡ്. ഓക്കെ, അപ്പോൾ 2/3 ഗ്രീനും ആയിരിക്കണം, 1/3 എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. അപ്പോൾ 2/3. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം 6ന് എങ്ങനെയായിട്ട് 1 1 1 1 എന്ന് പറഞ്ഞുള്ള പോയിൻ്റ് ഇടുക. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ നോക്കുക 3. അപ്പോൾ ഈ 3യെയാണ് നമ്മൾ എന്താണ് 2ആയിട്ടും 1ആയിട്ടും ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 6നെ നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 3യുടെ അവിടെ നമ്മൾ 1 1 1 എന്ന് പറഞ്ഞുള്ള പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താണ് 1, 3യെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1 ഇവിടെ വരും അല്ലേ? അതുപോലെ ഇപ്പുറത്തും 1 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി അപ്പോൾ ഈ 3യെ നമ്മൾ 3, അതായത് 1 1 1, ഈ 1ൻ്റെ അവിടെ ഒരു എന്താണ് ഡോട്ട് കൊടുക്കുക, 2ൻ്റെ അവിടെ 3ൻ്റെ അവിടെ ഡോട്ട് കൊടുക്കുക. എന്നിട്ട് പറയാണ് നമുക്ക് എന്താ വേണ്ടത്? 2/3. അപ്പം 3ൽ 2 ഭാഗം. അപ്പോൾ ഈ 3ൽ 2 ഭാഗം എന്ന് പറയുമ്പോൾ ഇത് 1 പാർട്ട്, ഇത് 2 പാർട്ട് അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് വരയ്ക്കാം? 2/3 പാർട്ട്. 2/3 പാർട്ട്. 2/3 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ കൊടുക്കാം? ഇതിന് ഗ്രീൻ കളർ കൊടുക്കാം. ഗ്രീൻ. ഓക്കെ, ഇനി 1/3 എന്ന് പറഞ്ഞാൽ ഏതാണ്?
1. അപ്പം ഈ 3-ലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അപ്പോൾ 1/3 ഇതാണ്. ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം? റെഡ് കളർ കൊടുക്കണം. ഓക്കെ, ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഈസിയാണ്. നിങ്ങൾക്ക് ഇതല്ല ഇപ്പോൾ ഇവിടെയല്ല, ഇവിടെ നമുക്ക് മുകളിൽ 1/3 കൊടുത്തിട്ട് താഴെ 2/3 കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന്. അത് അല്ലാതെ വേറെ രീതിയിൽ എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് 6, ഇവിടെ 3, ഇവിടെ 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണമെങ്കിൽ 1/3 എവിടെ കൊടുക്കാം? ഇവിടെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? ഇത് 1/3 എന്ന് എഴുതാം. 1/3 ഇതിന് റെഡ് കൊടുക്കാം. അല്ലെങ്കിൽ അപ്പോൾ ഇതെന്താണ്? 3/2 ഇത് ഗ്രീൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ 2. അതായത് ഇങ്ങനെയും വരയ്ക്കാം, നേരെ തിരിച്ചും വരയ്ക്കാം. അത്രയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായോ? ഇനി അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പേജ് നമ്പർ 65 വരുന്നുണ്ട്. പേജ് നമ്പർ 65 വരുന്നുണ്ട് കുറച്ച് അല്ലേ. ദ പിക്ചേഴ്സ് ബിലോ ഷോ എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. അപ്പോൾ ഒരു സർക്കിളിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കി? 8 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ ഒരു സർക്കിളിനെ നോക്കിക്കോ, ഒരു സർക്കിളിനെ എത്ര? 8. ഇതായപ്പോൾ 2ആയി. ഇനി അടുത്ത് എത്രയാ? ഇങ്ങനെ വരച്ചപ്പോൾ എന്താണ്? 1 2 3 4 4ആയി. ഇത് എത്രയായിട്ടാണ്? ഇവിടെ നോക്ക്, ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്ക്. അപ്പോൾ എത്രയായി? 1 2 3 4 5 6ആയി. നമുക്ക് എത്രയായി? ഈക്വൽ 8. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് നോക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. ശരിക്കും അത് തുല്യ ഭാഗങ്ങളാണ്, അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടെ റെഫർ ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 65. അപ്പോൾ ഇപ്പോൾ എത്ര പാർട്ടായി? 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്ടായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഒരു ടേബിളും തന്നിട്ടുണ്ട്. പറയുവാണ്, ദ പിക്ചർ ബിലോ ഷോസ് എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്. ഓക്കെ, ആൻഡ് കളേർഡ് 2 അറ്റ് എ ടൈം. ഇനി എന്താണ് ഇവിടെ? ഇവിടെ ആദ്യത്തേൽ എത്രയാണ്? ഇത് രണ്ടും കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കളർ ചെയ്ത് എത്രയാണ്? 2 പാർട്ട് കളർ ചെയ്തു. ഓക്കെ, അങ്ങനെ എന്നിട്ട് പറയുകയാണ്, അങ്ങനത്തെ കുറച്ച് എത്ര പിക്ചർ തന്നിട്ടുണ്ട്? അടുത്ത പിക്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ് കളർ ചെയ്തിട്ടുള്ളത്? ഇതുപോലെ 8 ആക്കണം. 8 തുല്യ ഭാഗങ്ങളാണ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് അല്ലായിരിക്കും, വരയ്ക്കുന്നത് ശരിയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം. 8 നിങ്ങൾ വരയ്ക്കുമ്പോൾ 8 തുല്യ ഭാഗങ്ങളായിട്ടാണ്. ഓക്കെ, 8 തുല്യ ഭാഗങ്ങളായിട്ട് വരയ്ക്കുക. അതിൽ എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്? മുകളിലത്തെ 4 എണ്ണം. ഓക്കെ, 4 എണ്ണം കളർ ചെയ്തിട്ടുണ്ട് അല്ലേ? 4 എണ്ണം കളർ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ചറിൽ എങ്ങനെയാണ്? അതും 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം കളർ ചെയ്തു? 1 2 3 4 5 6 6 കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? എന്നിട്ട് അതിൻ്റെ താഴത്തും ഒരു ബ്ലാങ്ക് ഇട്ട് തന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്സ്. ഡിസ്ക്രൈബ്, വിവരിക്കുക. ദ കളേർഡ് പാർട്ട് ഓഫ് ഈച്ച്. ഓരോന്നിൻ്റെയും കളേർഡ് പാർട്ടുകളെ, കളർ ചെയ്ത പാർട്ടുകളെ വിവരിക്കുക. എങ്ങനെയാണ്? 2 ഡിഫറെൻറ്റ് വേയ്സ്. 2 വ്യത്യസ്ത രീതിയിൽ അതിനെ വിവരിക്കണം. ആൻഡ് പിന്നെ റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻസ് ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ അതിനെ ആ 2 രീതിയിൽ വ്യത്യസ്ത രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ 2 രീതി ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ആദ്യം നമുക്ക് ഇതെങ്ങനെ എഴുതാം? 2 രീതിയിൽ എഴുതണം. അപ്പോൾ ഒന്ന് നമുക്ക് എന്താ എഴുതാം? നമുക്ക് എങ്ങനെയാണ് ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നത്? ഇവിടെ മൊത്തം എത്ര ഈക്വൽ പാർട്സ് ഉണ്ട്? 8. അപ്പോൾ 8-ൽ എത്ര എണ്ണമാണ് കളർ ചെയ്തത്? 1 2 2 അല്ലേ? 2/8 കളർ ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചു, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 2ൻ്റെ ടേബിൾ പറയുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ താഴത്തെ സംഖ്യ, ഈ മുകളിൽ കിടക്കുന്നതിൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 1 2 2 2 2 4 3 2 6 4 2 8. കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ? നമുക്കതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എളുപ്പത്തിൽ? ഈ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നതെന്ന് നോക്കുക. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? 1 2 2. അപ്പോൾ 1 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര? 1 എഴുതാം. അടുത്ത് 2ൻ്റെ ടേബിൾ, ഇവിടെ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 8 കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ്? 1 2 2 2 2 4 3 2 6 4 2 8. അപ്പോൾ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പോൾ 1/4. ഓക്കെ, മനസ്സിലായോ? അടുത്ത് ഇവിടെ എങ്ങനെയാണ്? ഇവിടെയും മൊത്തം എത്രയാണ്? 8 ഈക്വൽ പാർട്സ് ഉണ്ട്. 8-ൽ എത്രയാണ് കളർ ചെയ്തിട്ടുള്ളത്? 1 2 3 4. എത്ര എണ്ണം? 4. ഇനി എന്താ ചെയ്യേണ്ടത്? 4ൻ്റെ ടേബിൾ പറയുമ്പോൾ ഈ താഴത്തുള്ള സംഖ്യ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.
1 4 4 2 4 8 കിട്ടുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് 4ൻ്റെ ടേബിൾ വെച്ചിട്ട് ഇത് എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് ഈ മുകളിലത്തതും താഴത്തതും കിട്ടുന്നതെന്ന് നോക്കാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പം 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 4 കിട്ടുന്നത്? 1 4 4, അപ്പോൾ 1 പ്രാവശ്യം. ഇനി 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 8 കിട്ടുന്നത്? 1 4 4 2 4 8, അപ്പോൾ 2 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്രയായി? അപ്പോൾ ഇത് കണ്ടോ, ടു ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് 2/8 എന്നും പറയാം, 1/4 എന്നും പറയാം. ഇതിനെ എങ്ങനെയാണ് അല്ലേ? അടുത്ത് 4/8 എന്നും പറയാം, എന്താണ് 1/2 എന്നും പറയാം അല്ലേ. 4/8 എന്ന് ഇത്രയും എന്താണ്, ഹാഫ് അല്ലേ. ഓക്കെ, അടുത്ത് എങ്ങനെ പറയാം? ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 8 ഈക്വൽ പാർട്സ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എണ്ണണ്ട. പിന്നെ എത്ര കളർ? 1 2 3 4 5 6 എണ്ണം. അപ്പോൾ കളർ ചെയ്ത് എത്രയാണ്? 6. അപ്പോൾ 6/8. അപ്പോൾ എങ്ങനെ എഴുതാം നോക്കുക, 6ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 1 6 6, 2 6 12. താഴത്തെ സംഖ്യ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2ന്ന് തുടങ്ങാം. 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. ഈ 2 സംഖ്യയും 2ൻ്റെ ടേബിൾ പറയുമ്പോൾ കിട്ടുന്നോ എന്ന് നോക്കാം. 1 2 2, 2 2 4, 3 2 6, 6 കിട്ടുന്നുണ്ട്. അടുത്ത് 4 2 8, 8ഉം കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 6 കിട്ടുന്നതെന്ന് നോക്കണം. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 8 കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 6 കിട്ടുന്നത്? 1 2 2, 2 2 4, 3 2 6. അപ്പോൾ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. ഇനി 8 കിട്ടുന്ന 1 2 2, 2 2 4, 3 2 6, 4 2 8. അപ്പോൾ എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? 1/4, 1/2 അല്ല. ഇപ്പോൾ ആൻസർ ഇതാണ്. 2 രീതി ഡിഫറെൻറ്റ് മെത്തേഡിൽ എഴുതണമെന്ന് പറഞ്ഞില്ലേ ഫ്രാക്ഷൻ്റെ. അപ്പോൾ 2 മെത്തേഡ്, ഇതൊരു മെത്തേഡ്, ഇതൊരു മെത്തേഡ്, ഇതൊരു മെത്തേഡ്, ഇതൊരു മെത്തേഡ്, ഇതൊരു മെത്തേഡ്, ഇതൊരു മെത്തേഡ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയില്ലേ? യെസ്. അതിനു മുമ്പ് നമ്മളൊരു കാര്യം വിട്ടുപോയി. അതിനകത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ 2 ഡിഫറെൻറ്റ് വേസിൽ ഇങ്ങനെ എഴുതണം, അതുമാത്രമല്ല അത് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 2 parts of ഇതെങ്ങനെ എഴുതും? 2 parts of a circle. 2 parts of a circle which is divided into 8 equal parts. 2 parts of a circle which is divided into 8 equal parts. ഇതെങ്ങനെ എഴുതാം? 2 parts of a circle which is divided into 8 equal parts. അപ്പോൾ 8 ഈക്വൽ പാർട്ടായിട്ട് തുല്യമായിട്ട് വിഭജിച്ചതിലെ 2 പാർട്ടാണ് ഇതെന്ന്. ഓക്കെ, അടുത്തെങ്ങനെ എഴുതാം? അപ്പോൾ ഈ 2 മാറ്റി ഈ ഒരു സെൻറ്റൻസ് പഠിച്ചാൽ ബാക്കിയെല്ലാം എഴുതാം. എന്താണ് അടുത്തെങ്ങനെ എഴുതും? 1 part of a circle which is divided into 4 equal parts. അപ്പോൾ എന്താ, ഈ സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ ഒരു ഭാഗമാണ് എന്നാണ് ഇത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? ഇവിടെ എങ്ങനെ എഴുതും? എന്താ ഇത്, ഈ സെൻറ്റൻസ് അങ്ങ് പഠിക്കുക. അടുത്തത് അപ്പോൾ എങ്ങനെ എഴുതാം? 4 parts. ഇത് ഏതാണ്? 1 2 3 4. 4 parts of a circle അല്ലേ? 4 parts of a circle എന്താണ്? which is divided into എത്ര? 8 equal parts. 8 equal parts. അപ്പോൾ 8 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ 4 parts ആണ്. ഓക്കെ, അടുത്ത് ഇതെങ്ങനെ എഴുതാം? 1 part. പാർട്സ് എന്ന് പറയുമോ? ഇല്ല, നമ്മൾ ഒരു ഭാഗങ്ങളെന്ന് പറയില്ല, അതുകൊണ്ട് പാർട്ട്. നേരത്തെ പാർട്സ് എന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി മാറ്റി കൊടുക്കണം. 1 part of a circle which is divided into എത്ര പാർട്ടായിട്ടാണ്? 2 equal parts. 2 equal parts. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എങ്ങനെ എഴുതും? ഇവിടെ 6 equal parts which is divided into 8 equal parts അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? 6 parts of a circle. 6 parts of a circle എന്താണ്? സർക്കിൾ which is divided into എന്താണ്? 8 equal parts. 8 equal parts. ഓക്കെ, അടുത്ത ഇതെങ്ങനെ എഴുതും? 3 parts of circle. 3 parts of circle എന്താണ്? which is divided into എത്രയാ? 4 equal parts.
4 equal parts. 4 equal parts. 4 equal parts. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാനും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ. ഇനി എന്താണ്? ദ പിക്ചർ ബിലോ താഴെ തന്നിരിക്കുന്ന ചിത്രം ഷോസ് കാണിക്കുന്നു സർക്കിൾസ് വൃത്തങ്ങൾ ഡിവൈഡഡ് ഇൻറ്റു വിഭാഗിച്ചിരിക്കുന്നു ഇൻറ്റു 12 ഈക്വൽ പാർട്സ്. എത്രയാണ്? 12 തുല്യ ഭാഗങ്ങളായിട്ട്. അപ്പോൾ ഒരു സർക്കിളിനെ അവർ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക? 12. അപ്പം 1 4 6 8 ഇനി ഇവിടെ കൂടെ എവിടെയെങ്കിലും. ഓക്കെ, എത്രയാ? തുല്യ ഭാഗങ്ങളാണ്, അത് ഓർമ്മ വേണം. ഞാനിവിടെ വരയ്ക്കുമ്പോൾ തുല്യമായിട്ട് കിട്ടത്തില്ല, കാരണം ബോർഡിലായതുകൊണ്ട്. ക്വസ്റ്റ്യനിൽ അതിൽ തന്നിട്ടുണ്ട് തുല്യ ഭാഗങ്ങളാണ്. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇങ്ങനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിലെത്രയാണ്? ഇതുപോലെ. എന്നിട്ട് ആ ഫിഗർ തന്നിട്ടുണ്ട്. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ ആണിത്. എന്നിട്ട് ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്ട്. അപ്പോൾ നമ്മൾ 12 ഈക്വൽ പാർട്സും തന്നിട്ടുണ്ട്. 12 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞ് കണ്ടാൽ എന്താണ് എഴുതേണ്ടത്? ആ ഡിനോമിനേറ്ററിൻ്റെ താഴെ 12 എന്ന് എഴുതണം. അത്രയാണ് ഇതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ഡിസ്ക്രൈബ്? ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രൈബ് ചെയ്യണം. ഇതിൽ ചെയ്യാം. നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഡിസ്ക്രൈബ് ദ കളേർഡ് പാർട്ട് ഓഫ് ഈച്ച് ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. അത് ഇവിടെയും 2 വ്യത്യസ്ത രീതിയിൽ ഡിസ്ക്രൈബും ചെയ്യണം, എഴുതണം. ആൻഡ് റൈറ്റ് ബോത്ത് ഓഫ് ദം ആസ് ഫ്രാക്ഷൻസ്. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? ഫ്രാക്ഷനിലോട്ട് എഴുതണം. ഫ്രാക്ഷൻസ് ഇൻ ദ ബോക്സ് ബിലോ ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിൻ്റെ താഴെ തന്നിരിക്കുക ആ ബോക്സിൽ അത് എഴുതുകയും വേണം, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുകയും വേണം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്? എത്ര ഭാഗം? 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എത്രയാണ്. നമുക്ക് ഇത് എഴുതിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം, അപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ മൊത്തം 12 എത്രയാണ്? 3 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എഴുതും? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് മുകളിലത്തെ സംഖ്യയുടെ ടേബിൾ പറയുമ്പോൾ താഴത്തെ സംഖ്യ കിട്ടുന്നുണ്ടോ നോക്കണം. നോക്കുമ്പോൾ എങ്ങനെ? 3ൻ്റെ ടേബിൾ പറയാം. 1 3 3 2 3 6 3 3 9 4 12 4 3 12. അപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ആ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോൾ, അപ്പോൾ 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് 3 കിട്ടിയത്? അപ്പോൾ 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് 3 കിട്ടിയത്? 1 പ്രാവശ്യം. 1 3 3. ഇനി എത്ര പ്രാവശ്യം? ഇനി 3ൻ്റെ ടേബിൾ, ആ 3ൻ്റെ ടേബിൾ തന്നെ ഇവിടെ താഴത്തേക്കും എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് കിട്ടുന്നത് നോക്കാം. അപ്പം 1 3 3 2 3 6 3 3 9 4 3 12. അപ്പോൾ ഇവിടെ എത്രയാണ്? 4. 1/4. ആൻസർ കിട്ടിയില്ലേ? ഇനി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. എന്താ എഴുതേണ്ടത്? നേരത്തെ നമ്മൾ എഴുതിയില്ലേ? എന്താണ്? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? ഇതെങ്ങനെ എഴുതും? ആദ്യം ഇത് എഴുതുക. 3 പാർട്സ് ഓഫ് എ സർക്കിൾ. എങ്ങനെ എഴുതാം? ഒന്നാമത്തെ രീതിയിൽ 3 പാർട്സ് ഓഫ് എ സർക്കിൾ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു എത്രയാണ്? 12 ഈക്വൽ പാർട്സ്. എത്രയാണ്? 12 ഈക്വൽ പാർട്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത സെൻറ്റൻസിൽ എങ്ങനെ എഴുതാം? അടുത്തത് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇത് 1/4. അപ്പോൾ എന്താണ്? 1 പാർട്സ് എന്ന് പറയുമോ? ഇല്ല, 1 പാർട്ട് ഓഫ് എ സർക്കിൾ. ഓക്കെ, 1 പാർട്ട് ഓഫ് എ സർക്കിൾ. എന്താണ്? 1 പാർട്ട് ഓഫ് എ സർക്കിൾ which is divided into എത്ര ഈക്വൽ പാർട്സ്? 4 ഈക്വൽ പാർട്സ്. മനസ്സിലായില്ലേ? 1 പാർട്ട് ഓഫ് എ സർക്കിൾ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത രണ്ടാമത്തെ സർക്കിൾ നോക്കുക. രണ്ടാമത്തെ സർക്കിൾ ഇതുവരെ എത്രയാണ്? 12 ആക്കണം. തുല്യ ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നോക്കുക, തുല്യ ഭാഗങ്ങളാണ്. അപ്പോൾ അതിനെ എത്രയാണ്? 12 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ എത്ര കളർ ചെയ്തിട്ടുണ്ട്? 2 പോർഷൻസ്. അപ്പോൾ ഇവിടെയും അപ്പോൾ 2 പോർഷൻസ്. അപ്പോൾ കളർ ചെയ്തത് മുകളിൽ എഴുതും അല്ലേ? 2 പോർഷൻസ്. മൊത്തം എത്രയുണ്ട്? 12. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം നോക്കുക. മുകളിലത്തെ 2 പറയുക. 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുക. 2ൻ്റെ ടേബിൾ പറയുമ്പോൾ 12 കിട്ടുമെന്ന് നോക്കാം.
ഇല്ലേ? കിട്ടും. ഒരു 2 2 2 2 4 3 2 6 4 2 8 5 2 10 6 2 12. അപ്പോൾ 6 പ്രാവശ്യം പറയുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് ഓരോന്നും കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് 2 കിട്ടിയത്? ഒരു 2 2 ഒരു പ്രാവശ്യം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇനി 12. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 12 കിട്ടുന്നത്? ഒരു 2 2 2 2 4 3 2 6 4 2 8 5 2 10 6 2 12 6 പ്രാവശ്യം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1/6. ആൻസർ ആയില്ലേ? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതും? 2 പാർട്ട് ഓഫ് എ സർക്കിൾ. മുകളിലത്തുള്ളത് ഇതെങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? 2 പാർട്സ് ഓഫ് എ സർക്കിൾ. 2 പാർട്സ് ഓഫ് എ സർക്കിൾ എന്താണ്? വിച്ച് ഈസ് divided into 12 equal parts. എന്താണ്? 12 equal parts. ഓക്കെ, 12 equal parts. അടുത്ത എങ്ങനെ എഴുതും? അടുത്ത രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ എഴുതും? 1 part of a circle അല്ലേ? 1 part of a circle which is divided into എത്ര equal parts? 6 equal parts. 6 equal parts. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത അതിൻ്റെ മൂന്നാമത്തെ സർക്കിൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? മൂന്നാമത്തെ സർക്കിൾ നോക്കിക്കേ. വീണ്ടും ഒരു സർക്കിളുണ്ട്. അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. തുല്യ ഭാഗങ്ങളാണ്. ഞാൻ വീണ്ടും പറയുന്ന ഐ റിപ്പീറ്റ്, തുല്യ ഭാഗങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി റഫായിട്ട് വരയ്ക്കുന്നതാണ് ബോർഡിൽ. അപ്പോൾ ഇതിൽ തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തിൽ എത്രയാണ്? 1 2 3 4 ഇത്രയും ഭാഗം അല്ലേ? അതിൽ എത്ര ഭാഗമാണ്? 4 പാർട്സ്. 1 2 3 4 1 2 3 4 കളർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ എഴുതും? എങ്ങനെ എഴുതാം? കളർ ചെയ്ത് എത്രയാണ്? 1 2 3 4 മുകളിൽ എഴുതുക. ടോട്ടൽ എത്രയാണ്? 12 പാർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12. ഇനി നമ്മൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതും? 4ൻ്റെ ടേബിൾ പറയുമ്പോൾ 12 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 1 4 4 2 4 8 3 4 12 കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ഇനി ആ 4 ഏത് ടേബിളാണോ പറഞ്ഞത് ആ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് ഓരോ സംഖ്യയും കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ 4ൻ്റെ ടേബിളാണ് നമ്മൾ പറഞ്ഞു നോക്കിയത്. അപ്പോൾ 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 4 കിട്ടുന്നതെന്ന് നോക്കാം. 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോൾ 1 4 4 ഒരു പ്രാവശ്യം. അപ്പോൾ ഇവിടെ എത്ര ആൻസർ എഴുതാം? 1. ഇനി 4ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് 12 കിട്ടിയത്? 1 4 4 2 4 8 3 4 12. അപ്പോൾ എത്രയാണ്? 3. അപ്പോൾ ആൻസർ എത്രയാണ്? 1/3. ഇനി ഇതെങ്ങനെ ഈ രീതിയിൽ എഴുതാം? ഡിസ്ക്രിപ്ഷൻ രീതിയിൽ. അപ്പോൾ മുകളിലുള്ള 4 4 പാർട്ട് ഓഫ് എ സർക്കിൾ. 4 പാർട്ട് ഓഫ് എ സർക്കിൾ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു എന്താണ്? വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു എത്ര ഈക്വൽ പാർട്സ്? 12 ഈക്വൽ പാർട്സ്. 12 ഈക്വൽ പാർട്സ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? അടുത്തെങ്ങനെ എഴുതാം? 1 പാർട്ട് ഓഫ് എ സർക്കിൾ. 1 പാർട്സ് അല്ല, പാർട്ട് ഒന്നേ ഉള്ളൂ. പാർട്ട് ഓഫ് എ പ്ലൂറലാണ് പാർട്സ് എഴുതുന്നത്. 1 പാർട്ട് ഓഫ് എ സർക്കിൾ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഓക്കെ, ക്ലിയർ. ഈ അടുത്തെന്താണ്? നാലാമത്തെ എങ്ങനെയാണ്? നാലാമത്തെ വീണ്ടും സർക്കിളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 12 ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി എന്താണ്? എത്രയാണ് കളർ ചെയ്തിട്ടുള്ളത്? 1 2 3 4 5 ഈ പോർഷൻ മൊത്തവും കളർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതും? മൊത്തം നമുക്കറിയാം 12 ഈക്വൽ പാർട്സ് ഉണ്ട്. 12 ഈക്വൽ എത്രയാണ് കളർ ചെയ്ത്? 1 2 3 4 5 6 കോളങ്ങൾ അല്ലേ? 6 കോളങ്ങൾ. അപ്പോൾ 6/12 അല്ലേ? അതിനെങ്ങനെ എഴുതാം? 6ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 1 6 6 2 6 12 അല്ലേ? അപ്പോൾ 2 പ്രാവശ്യം പറയുമ്പോൾ 12 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ? 6ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറഞ്ഞപ്പോൾ 6 കിട്ടിയേ? 1 പ്രാവശ്യം. ഇനി 6ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 12 കിട്ടുന്നത്? 1 6 6 2 6 12. അപ്പോൾ എത്രയാണ്? 1/2. ഇങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇനി അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്താം? എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്താം? 6 പാർട്സ് ഓഫ് സർക്കിൾ. 6 പാർട്സ് ഓഫ് സർക്കിൾ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു എത്ര ഈക്വൽ പാർട്സ്? 12 ഈക്വൽ പാർട്സ്. 12 ഈക്വൽ പാർട്സ്. ഓക്കെ, ഇനി അടുത്ത എങ്ങനെയാണ്? എങ്ങനെ എഴുതാം? 1 പാർട്ട് ഓഫ് എ സർക്കിൾ. അടുത്ത് വേറെ രീതിയിൽ 1 പാർട്ട് ഓഫ് എ സർക്കിൾ which is divided into എത്ര? which is divided into
2 equal parts which is divided into 2 equal parts. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് അടുത്ത സർക്കിൾ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതുപോലെ എത്ര ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്? 12 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ 12 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്? ഈ 3 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? മൊത്തം 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 12ൽ എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ? 9/12. ഓക്കെ, 9/12. അപ്പോൾ 12ൽ 9 പോർഷൻസ് ആണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ എഴുതുന്ന നമ്മൾ നോക്കണം. 9ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നോക്കിക്കോ. 9ൻ്റെ ടേബിൾ പറയുമ്പം 1 9 9 2 9 18 18 ആണ്. ഇവിടെ 12 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിർത്തുക. ഇനി 2ൽ നിന്ന് തുടങ്ങുക. 2ൻ്റെ ടേബിൾ പറഞ്ഞു നോക്ക്. 2ൻ്റെ ടേബിൾ പറഞ്ഞാൽ 9 കിട്ടുമോ? അതൊരു ഓഡ് നമ്പർ അല്ലേ? കിട്ടില്ല. അപ്പോൾ 2ൻ്റെ ടേബിൾ പറയുമ്പോഴത്തേക്ക് നോക്ക്. 1 2 2 2 2 4 3 2 6 4 2 8 5 2 10 9 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 2ഉം കളയുക. അടുത്ത് 3ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 1 3 3 2 3 6 3 3 9 കിട്ടി. ഇനി ആ 3ൻ്റെ ടേബിൾ പറയുമ്പോൾ 12 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1 3 3 2 3 6 3 3 9 4 3 12 അല്ലേ? കിട്ടി. 4 പ്രാവശ്യം പറഞ്ഞപ്പോൾ. അപ്പോൾ 3ൻ്റെ ടേബിൾ ഇതിൽ 2ലും കിട്ടുന്നുണ്ട്. ഈ 2 സംഖ്യയും 3ൻ്റെ ടേബിൾ പറയുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് ഓരോന്നും കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ 3ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 9 കിട്ടുന്നത്? 1 3 3 2 3 6 3 3 9. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 3 ഡിവൈഡഡ് ബൈ. അടുത്ത് ഇവിടെ എത്ര? 12 കിട്ടണമെങ്കിൽ 1 3 3 2 3 6 3 3 9 4 3 12. 4 പ്രാവശ്യം പറയുമ്പോഴാണ് 12 കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇനി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെ എഴുതാം? 9 parts of circle which is divided into 12 equal parts അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? 3 parts of circle which is divided into 4 equal parts. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടുത്തെ എങ്ങനെ എഴുതും? ആദ്യം 9 parts of circle of a ഉണ്ട്. 9 parts of a circle which is divided into എത്ര? 12 equal parts. അടുത്ത എങ്ങനെ എഴുതും? 3 parts of a circle. 3 parts of a circle which is divided into 4 equal parts. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി ആ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, അവസാനത്തെ സർക്കിളിനെ നമ്മൾ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ എത്ര കളർ ചെയ്തിട്ടുണ്ട്? 3 4 ഒഴികെ ബാക്കിയെല്ലാം കളർ ചെയ്തിട്ടുണ്ട്. 4 ഒഴികെ ബാക്കിയെല്ലാം 1 2 3 4 അല്ലേ? 4 ഒഴികെ ബാക്കിയെല്ലാം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? മൊത്തം നമുക്കറിയാം 12 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ എത്രയാണ് കളർ ചെയ്തിട്ടുള്ളത്? 1 2 3 4 5 6 7 8 എണ്ണി എഴുതുക. 8. ഓക്കെ, ഇനി ഇതിനെങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 1 8 2 8 16. 16 ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ നമുക്ക് 16 അത് 8ൻ്റെ ടേബിൾ പോകത്തില്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? 2ൻ്റെ ടേബിൾ തൊട്ട് തുടങ്ങി. 2 നമുക്ക് വേറെ എവിടെയെങ്കിലും 4ൻ്റെ ടേബിളും കിട്ടും. പക്ഷെ നമ്മൾ സാധാരണ ഏതാണ്? ചെറുതിൽ നിന്ന് അങ്ങ് തുടങ്ങി പോവുക. 4ൻ്റെ ടേബിൾ വെച്ച് എഴുതി അതും ആൻസറാണ്. ഇത് 2ൻ്റെ ടേബിൾ വെച്ച് നമുക്ക് തുടങ്ങാം ചെറുതായിട്ട്. അപ്പോൾ 2ൻ്റെ ടേബിൾ പറയുമ്പോൾ നമുക്ക് 8 12 കിട്ടുന്നുണ്ടോ? 2ൻ്റെ ടേബിൾ 1 2 2 2 2 4 3 2 6 4 2 8. അപ്പോൾ 4 പ്രാവശ്യം പറയുമ്പോൾ കിട്ടുന്നുണ്ട് അല്ലേ? അടുത്ത 5 2 10 6 2 12. അപ്പോൾ കിട്ടുന്നുണ്ട്. 2 സംഖ്യയും 2ൻ്റെ ടേബിൾ പറയുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ നോക്കണം? ഇനി 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് ഈ 8 കിട്ടുന്നതെന്ന് നോക്കണം. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ്? 1 2 2 2 2 4 3 2 6 4 2 8. അപ്പോൾ എത്ര? 4 4/. ഇനി 1 2 2 2 2 4 3 2 6 4 2 8 5 2 10 6 2 12 4/6 എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. ഇല്ല, ഇനി ഇത് വേറെ രീതിയിൽ തന്നെ. ഇതിപ്പോൾ 2 രീതിയിൽ എഴുതാൻ പറഞ്ഞുകൊണ്ടാണ്. ഇനി നമുക്ക് 4ൻ്റെ ടേബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നു. 1 4 4 2 4 8 അല്ലേ? 2 4 8. ഇപ്പോൾ 1 4 4 2 4 8 3 4 12. അപ്പോൾ എന്താണ്? 4ൻ്റെ ടേബിൾ പറയുമ്പോൾ 3 പ്രാവശ്യം പറയും. അപ്പോൾ ഇങ്ങനെയും ഒരു ആൻസർ ഉണ്ട്. ഇങ്ങനെയും എഴുതാം, ഇതും എഴുതാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും 2 രീതിയിൽ എഴുതാം. 3 രീതിയിൽ എഴുതാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് എഴുതാമായിരുന്നു. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇതാണ് ആൻസറായിട്ട് എടുക്കുന്നത്. ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 വെച്ചിട്ടോ 2ൻ്റെ ടേബിൾ പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 8 പാർട്സ് ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ എഴുതും? 8 പാർട്സ് ഓഫ് സർക്കിൾ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻറ്റു എന്താണ്? വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻ 12 ഈക്വൽ പാർട്സ്. ഓക്കെ,
8 parts of a circle, 8 parts of a circle which is divided into 12 equal parts, which is divided into 12 equal parts. Okay, which is divided into 12 equal parts. അടുത്ത എങ്ങനെ എഴുതാം? 4 parts of a circle which is divided into 6 equal parts. Okay, അപ്പോൾ എന്താണ്? 4 parts of a circle which is divided into 6 parts. Okay, 6 parts. Okay, clear? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡിവൈഡഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. ഡ്രോ എന്ന് വെച്ചാൽ എന്താണ്? വരയ്ക്കുക. എ സ്ക്വയർ, ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വശവും തുല്യമായിട്ടിരിക്കും. ഓക്കെ, സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് എന്താണ്? ഡ്രോ എ സ്ക്വയർ ആൻഡ് എന്താണ്? ഡിവൈഡഡ് ഇറ്റ് ആസ് ഷോൺ ബിലോ. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നടുക്കൂന്നൊന്നും ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ഇവിടുത്തെ നടുക്കൂന്ന് വരച്ചിട്ടുണ്ട്, പിന്നെ ഈ കോർണറുകളെ തമ്മിൽ ബന്ധിപ്പിച്ചൊന്നുണ്ട്, ഇവിടുത്തെ കോർണറിനെ ഇതിനെയും ബന്ധിപ്പിച്ചൊന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് കളർ 1/8 ഓഫ് സ്ക്വയർ വിത്ത് റെഡ്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ എത്രയാ? അപ്പോൾ 8ൽ 1 ഭാഗം, 8ൽ 1 ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ഭാഗം, 8ൽ 1 ഭാഗം എന്ത് കളർ കൊടുക്കണം? റെഡ് കൊടുക്കണം. എന്ത് കളർ കൊടുത്തു? റെഡ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എത്രയുണ്ട്? 1 2 3 4 5 6 7 8. 8ൽ 1 ഭാഗം എന്ന് വെച്ചാൽ എന്ത് കൊടുത്തു? റെഡ് കൊടുത്തു. ഓക്കെ, ഇതിന് റെഡ് കൊടുത്തു. ഓക്കെ, ഈ അടുത്ത് പറയുവാണ് 1/4 വിത്ത് ഗ്രീൻ. അപ്പോൾ നമ്മളൊരു സ്ക്വയർ വരച്ചാൽ സ്ക്വയറിൻ്റെ 1/4 എന്ന് വെച്ചാൽ സ്ക്വയറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതല്ലേ സ്ക്വയറിൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എഴുതാം അല്ലേ, സ്ക്വയറിൻ്റെ 1/4. അപ്പോൾ ആ സ്ക്വയറിൻ്റെ 1/4നെ, അപ്പോൾ ഇതാണ് ഇത്രയും പോർഷൻ. അപ്പോൾ ഇതിലെ ഇത്രയും പോർഷനാണ് നമ്മുടെ 1/4. ഇത്രയും പോർഷൻ എന്ന് വെച്ചാൽ ഈ സ്ക്വയറിൽ എത്രയാണ്? ഇതും കൂടെ ചേർന്നതല്ലേ. ഈ സ്ക്വയറിൽ ആ 1/4 എന്ന് പറഞ്ഞാൽ ഇതും കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് 1/4. ഇത്രയും കളറിന് എന്ത് കളർ കൊടുക്കണമെന്നാണ് പറയുന്നത്? ഗ്രീൻ. അപ്പോൾ ഇതിനൊക്കെയാ ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ കൊടുത്തു. ഇനി അടുത്ത് പറയുന്നതാണ് 1/2. ഒരു സ്ക്വയറിൻ്റെ 1/2നെ ബ്ലൂ. അപ്പോൾ ഒരു സ്ക്വയറിന് നമ്മൾ എന്താണ്? ഇതൊരു സ്ക്വയർ എന്ന് വെച്ചാൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് 1/2. ഓക്കെ, ഈ 1/2ന് നമ്മൾ എന്ത് കൊടുക്കണം? ബ്ലൂ കളർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ 1/2, ഇവിടുത്തെ ഇത് പോയി കഴിഞ്ഞു. നമുക്ക് ഈ 1/2ന് ബ്ലൂ കളർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ 1/2 എന്ന് വെച്ചാൽ ഇത്രയും ഭാഗമല്ലേ അതിൻ്റെ 1/2. അപ്പോൾ ഇത്രയും കളർ എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്? ബ്ലൂ കളർ. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം ബ്ലൂ കളർ കൊടുക്കാം. ബ്ലൂ. ഓക്കെ, ഇത്രയും കളറിന് ബ്ലൂ കൊടുത്തു. ഇത്രയാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഇനി അടുത്ത നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഈസ് ദെയർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്? ഈസ് ദെയർ, അവിടെ എനി പാർട്ട്, ഏതെങ്കിലും ഒരു ഭാഗം ലെഫ്റ്റ് അൺകളേർഡ്, കളറില്ലാതെ കൊടുത്തിട്ടുണ്ടെന്ന്. കളറില്ലാതെ പോയിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ എന്താണ്? യെസ്, ഉണ്ട്. ഓക്കെ, അതെ ഉണ്ട്. ഈസ് ദെയർ എനി പാർട്ട് ലെഫ്റ്റ് അൺകളേർഡ്? യെസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തെഴുതും? വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്? അപ്പോൾ വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സ്ക്വയർ ഈസ് ഇറ്റ്? അപ്പോൾ ഈ മൊത്തം സ്ക്വയറിൻ്റെ എത്ര പാർട്ടാണ്? അപ്പോൾ മൊത്തം സ്ക്വയറിന് മൊത്തത്തിൽ ഇവിടെ എത്രയുണ്ട്? 8 എണ്ണം അല്ലേ? 1 2 3 4 5 6 7 8 പാർട്ടായിട്ട് ഇടുക. അതിൽ ഒരു ഭാഗമല്ലേ കളറില്ലാത്ത. അപ്പം എങ്ങനെ എഴുതാം? 1/8. ഇതെങ്ങനെ എഴുതും? 1/8 എങ്ങനെ എഴുതാം? 1/8 എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ? 1/8. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷനായിട്ട് എഴുതുന്നു പറഞ്ഞ് നമ്മൾ ഡിവിഷൻ ഇട്ടിട്ട് മുകളിലും താഴെ എഴുതൂലേ അത്. അപ്പോൾ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് 1/8നെ എങ്ങനെ എഴുതുന്നത്? 1/8. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം, അല്ലാതെ ഇത് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതണം. പിന്നെ ഇവിടെ എന്താണ് ഉണ്ടോ എന്ന് ചോദിച്ചു, അതിന് യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? എന്താ നോക്കിക്കോ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 68.
ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ, അതായത് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ, താഴെ തന്നിരിക്കുന്ന ഓരോ ചിത്രത്തിലും, ആ ചിത്രമാണ് ഞാനിതാ വരച്ചിരിക്കുന്നത്, ഈ ഓരോ ചിത്രത്തിലും ഫൈൻഡ് കണ്ടെത്തുക, ഹൗ മച്ച് ഈസ് കളേർഡ്, എത്രയാണ് ഈ കളർ ചെയ്തത് എത്രയാണ്, ഹൗ മച്ച് ഈസ് കളേർഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് എ ഫ്രാക്ഷൻ, എന്നിട്ട് എത്രയാണ് കളർ ചെയ്തതെന്ന് അത് ഫ്രാക്ഷൻ ഫോമിൽ എവിടെ എഴുതാനാണ്, ഇൻ ദ ബോക്സ് ഓൺ ദ റൈറ്റ്, ഈ റൈറ്റിൽ തന്നിരിക്കുന്ന ഈ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ്, അതായത് ഓരോന്നിലും എത്ര പാർട്ടാണ് കളർ ചെയ്തിരിക്കുന്നതെന്ന് ഈ ബോക്സിനകത്ത് എഴുതാം. അപ്പം നമ്മൾ ഈ ഇതിവിടെ നോക്കി, ഈ ഫസ്റ്റ് പിക്ചറിൽ ഒരു സർക്കിൾ ഫുൾ കളർ ചെയ്തിട്ടുണ്ട്, ആ ഒരു സർക്കിൾ ഫുൾ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് 1 എന്ന് എടുക്കാം. ഓക്കെ, 1ഉം ഇതെത്രയാണ്, ഇത് എന്താണ്, ഒരു സർക്കിളിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആ സർക്കിളിൻ്റെ എത്രയാണ്, 4ൽ 1 ഭാഗം. അപ്പോൾ ഇതെങ്ങനെ എഴുതും ആൻസർ, ഈ 1 എഴുതുക, 1 എഴുതിയിട്ട് 1/4, അതാണ് നമ്മുടെ ആൻസർ. ഇത് 4ൽ 1 ഭാഗമാണ്. ഓക്കെ, അപ്പോൾ 1/4. ഇനി രണ്ടാമത്തെ ഒരു സർക്കിൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് സർക്കിളിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്ത്, 1 2 3, 3ൽ എത്ര ഭാഗമാണ് കളർ ചെയ്തത്, 1. അപ്പോൾ എന്താണ്, നമുക്കിങ്ങനെ 1/3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ എത്ര സർക്കിളാണ് കളർ ചെയ്തിട്ടുള്ളത്, 2 സർക്കിൾ ഫുള്ളായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1. പിന്നെ ഇവിടെയോ, ഈ സർക്കിളിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1 ഭാഗം, അപ്പോൾ 4ൽ 1 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 + 1 എത്രയാവും, 2 1/4. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അവസാനമായിട്ട് ഈ ഒരു സർക്കിൾ ഫുൾ കളർ ചെയ്തിട്ട്, അപ്പോൾ ഇത് 1, ഇതും 1, അപ്പോൾ 1 + 1 + 1 3. ഇനി ഇവിടെ എത്രയാണ്, ഈ സർക്കിളിനെ എത്ര ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 6. അപ്പോൾ 6ൽ 1 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ ഫുൾ സർക്കിളിനെ കൂട്ടിയിട്ട് ഇതുകൂടെ എഴുതും, 1 2 3 1/6. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാർട്ട് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ ഇതുമായിട്ട് സാമ്യപ്പെട്ട വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരെ ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്. Bye-bye.